ഡീൽ ആരോപണത്തിന് പകരം വികസനവും ജനങ്ങൾക്ക് പ്രയോജനകരമായ വിഷയങ്ങളും പ്രചാരണ വിഷയമാക്കണമെന്ന് വടകരയിൽ UDF സ്ഥാനാർത്ഥി KK രമ പറയുന്നു. ജി സുധാകരനെ പോലെ മുതിർന്ന നേതാവ് ഉൾപ്പെടെ CPIMൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇടതുപക്ഷ ബദൽ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സൂചനയാണ്. അടുത്ത മാസം 4-ാം തീയതി വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം പിണറായി വിജയനുള്ള മധുര പ്രതികാരമായിരിക്കും എന്ന് KK രമ പറയുന്നു. മണ്ഡലം ചുറ്റും മകളകൾ എന്ന പരിപാടിയിലായിരുന്നു രമയുടെ പ്രതികരണം. നമസ്കാരം. നമ്മൾ മണ്ഡലം ചുറ്റി ഇപ്പോൾ എത്തിയിരിക്കുന്നത് വടകരയിലാണ്. വടകര എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിറ്റിംഗ് MLA KK രമ അടുത്ത ഊഴം തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഊർജിതമായ പ്രചാരണ പ്രവർത്തനത്തിലാണ്. അതിനിടയിൽ നമുക്ക് വേണ്ടി ഒരു അല്പസമയം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? വളരെ തിരക്കുള്ള സമയമാണ്. ഇനി ആകെ കുറച്ച് ദിവസം, 12 ദിവസം. അതെ, വളരെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത അതാണ്. മറ്റൊരു തെരഞ്ഞെടുപ്പിനും ഇല്ലാത്ത വളരെ കുറച്ച് ദിവസം മാത്രമേ പ്രചരണത്തിന് കിട്ടിയിട്ടുള്ളൂ എന്നതാണ്. അതുകൊണ്ട് കിട്ടിയ ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ശ്രമമായിട്ട് മുഴുവൻ സമയവും, വളരെ കുറച്ച് സമയം ഉറങ്ങുന്നുള്ളൂ, ബാക്കി എല്ലാ സമയവും പ്രവർത്തനത്തിൽ തന്നെയാണ്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പ്രചാരണ രംഗത്തേക്കൊന്ന് നോക്കിയാൽ എല്ലാ ദിവസവും ഉയർന്നു കേൾക്കുന്ന ഒരൊറ്റ വിവാദം ഡീലാണ്. ഇപ്പം ഇന്നലെയൊക്കെ പുതിയ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ജമാഅത്തെ ബന്ധം പറഞ്ഞുകൊണ്ട് എളമരം കരീം MK മുനീറിന് സ്ഥാനാർത്ഥിത്വം നൽകാത്തതിനെതിരെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇത് ഓരോ ദിവസവും വികസിച്ച് വരുന്ന ഒരു വിഷയമായി ഡീൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്കൊരു വികസനം ചർച്ചയാകുന്നില്ല എന്നുണ്ടോ? നോക്കൂ, സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അത് എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്ന് ആ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് അതങ്ങ് ചർച്ചയാക്കും. സത്യത്തിൽ എല്ലാവരും ആലോചിക്കേണ്ടയും തിരുത്തേണ്ടയും ഒരു കാര്യം അതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ നാടിൻ്റെ വിഷയങ്ങൾ ആരെവിടെ പറയുന്നു എന്നുള്ളൊരു പ്രധാന കാര്യമാണ്. അത് വഴി ഇപ്പം സത്യത്തിൽ എളമരം കരീമിൻ്റെയൊക്കെ പ്രസ്താവനകൾ അങ്ങനെ വരുന്നത് യഥാർത്ഥത്തിലുള്ള ഇവിടെ വിഷയങ്ങൾ, ഇപ്പം ഇവിടുത്തെ വികസന മുരടിപ്പ്, ഇവിടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇതൊന്നും ചർച്ചയാവരുത്. ആ ചർച്ചയ്ക്ക് അങ്ങ് മണ്ണിടാൻ വേണ്ടി അതിന് മുകളിലേക്ക് മറ്റൊരു സാധനം എടുത്തു വെക്കുകയാണ്. അപ്പം ചർച്ച മുഴുവൻ അതിലേക്ക്. അതിൻ്റെ പുറമെ ഇത്തരം വിവാദങ്ങളും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന് മെയിൻ ഫോക്കസ് കൊടുക്കാതെ ഈ ഒരു കാര്യങ്ങൾ കൂടി പ്രാധാന്യം കൊടുത്ത് പോകാൻ സാധിക്കണം. അതായത് ഇപ്പം നിലവിൽ നടക്കുന്ന ഈ ചർച്ചകൾ ഗുണകരമല്ല. പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷേ അന്തർധാരകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചർച്ചയാവട്ടെ, അത് പുറത്താവണം. അതിലൊന്നും തർക്കമില്ല. അത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയേണ്ടത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഡീൽ ഉണ്ട് എന്നുള്ളത് അല്ല, കുറേ വരുന്ന ചർച്ചകൾ എനിക്കങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് അറിയില്ല. കുറേ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ നമ്മുടെ ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം അല്ലെങ്കിൽ തുടക്കമിട്ടൊരു ചരിത്ര സംഭവം കൂടി ഉണ്ട് അല്ലേ? അതെ, അത് എങ്ങനെ നമുക്ക് ഗുണമായി വരുമോ എന്നുള്ളതാണ്. അതെ, അത് ജനം മറന്നുപോയൊരു സംഭവമാണ് ഇതെല്ലാം. 2008 ഇവിടെ RMB രൂപീകരിക്കുന്നത്. അതിന് കാരണം ആ സമയത്ത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് MK ഭാസ്കരൻ അവർകളായിരുന്നു. അന്ന് സഖാവ് വേണു ആയിരുന്നു പിന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്നത്. അപ്പം ആ സമയത്ത് 2.5 വർഷം ഭാസ്കറിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനവും ഇല്ലാതെ പെട്ടെന്ന് കെട്ടിയിറക്കിയ ഒരു തീരുമാനം ഇവിടെ വന്നതുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഉടനെ ഞങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എടുക്കുക. അതുവരെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അതിൽ സംഘർഷങ്ങളുണ്ട്, പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വലിയ തോതിൽ ആ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ട്. പക്ഷെ പുറത്ത് ഇറങ്ങാൻ ഒരു പ്രധാന കാരണമായിട്ട് അന്ന് വന്നിരുന്നത് അതാണ്. നമ്മളിപ്പോൾ അവിടെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ വടക്ക് മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് TK ഗോവിന്ദനുണ്ട്, V കുഞ്ഞികൃഷ്ണനുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നാൽ G സുധാകരൻ, അങ്ങനെ ധാരാളം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ TP എപ്പോഴും പറഞ്ഞിരുന്ന ഒരു ഇടതുപക്ഷ ബദൽ എന്നുള്ളതാണ്. അതിന് പ്രസക്തി ഏറി വരുന്നുണ്ടോ? ഉറപ്പായും അതിന് പ്രസക്തി. ഞങ്ങൾ അന്ന് പറഞ്ഞു ഇത് അവസാനിക്കില്ല. ചന്ദ്രശേഖരൻ പറഞ്ഞത് ഈ ഒരു മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനകത്ത് പെട്ടെന്ന് ഒരു ദിവസം അത് വരും എന്നല്ല, പക്ഷേ അതിന് സമയമെടുത്തായാലും ആ തരത്തിലേക്കാണ് നാട് പോവുക എന്ന് വളരെ കൃത്യമായി അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ആ ഒരു ധൈര്യം അത് നടക്കുമെന്ന് ഉറപ്പായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് അദ്ദേഹം ഇല്ലെങ്കിൽ പോലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകാനുള്ള ഒരു കാൽവെപ്പാണ് നടക്കുന്നത്. കാരണം എല്ലായിടത്തും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പതിറ്റാണ്ടുകളോളം പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ജീവിതം കൊടുത്ത് മുഴുവൻ ചോരയും കൊടുത്ത് വളർത്തിയെടുത്ത പാർട്ടിയെ ഒരു ദിവസം തള്ളി പറയേണ്ടി വരുന്ന ഒരു ഗതികേട് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വലിയ സംഘർഷമാണ്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അത് വിട്ടുപോകണമെങ്കിൽ അത് അത്രയും ശക്തമായ കാരണങ്ങളില്ലാതെ നടക്കില്ല. അത് പാർട്ടി പ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്ക് അത് മനസ്സിലാവും. നമുക്കൊക്കെ നമ്മൾ ഉള്ള ഒരു സംഘടന വിട്ട് പുറത്തു പോകുക എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അപ്പം അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത്ര ശക്തമായ കാരണങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ്. അതൊരു അധികാരമോഹത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അത് അങ്ങനെ പുറമെ മോഡിയിൽ വിശേഷിപ്പിച്ച് പോകുക എന്നല്ലാതെ ആത്യന്തികമായിട്ട് അതല്ല പ്രശ്നം.
അപ്പം അങ്ങനെ തീരുമാനമെടുക്കാൻ ആളുകൾ തയ്യാറാവേണ്ടി വരികയാണ്. MLA പറയുന്നത് ഈ ശബ്ദം അത് TPയുടെ ശബ്ദമാണ്, ഇവിടെ വന്നിരിക്കുന്നത് മുഴുവൻ TP ആണ് എന്നുള്ള ഒരു TPയുടെ പ്രതിനിധി എന്ന രീതിയിലേക്കാണ്. അപ്പോൾ മെയ് 4 എന്ന് പറയുമ്പോൾ ഏറ്റവും വൈകാരികമായൊരു ഓർമ്മകൾ ഒരുപാടുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ ആ ദിവസമാണ് വിധി എന്ത് എന്നറിയാൻ പോകുന്നത്. അതെ, അതും മറ്റൊരു വിധി വൈപരീത്യം. മെയ് 4 എന്ന് പറയുന്ന ദിവസം കേരളം ആര് ഭരിക്കണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു ദിവസം. ഞാൻ പറയുന്നു ഈ പിണറായിസത്തിന് അന്ത്യം കുറിക്കാൻ മെയ് 4 ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ആ ദിവസം സഖാവ് TP ചന്ദ്രശേഖരൻ്റെ ചോരയ്ക്കുള്ളൊരു മധുര പ്രതികാരം കൂടിയായിരിക്കും മെയ് 4 എടുക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ എത്രയായിരിക്കും ഭൂരിപക്ഷം അന്നുകൂടി ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണ 7000-ലേറെ എന്നുള്ള അതിനപ്പുറത്തേക്ക് അല്ല, അങ്ങനെ ഒരു അതിപ്പോൾ ജനങ്ങളുടെ കയ്യിലുള്ളതല്ലേ. ഞാൻ അങ്ങനെ നമ്മൾ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ജനം കൈവിടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പൂർണ്ണമായിട്ടും അവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ 5 വർഷവും. ഇനിയും അവരുടെ ഈ നാട്ടിലെ പ്രശ്നങ്ങളോടൊപ്പം നാടിനോടൊപ്പം നിൽക്കും എന്നൊരു ഉറപ്പ് ഒരു ജനപ്രതിനിധി നൽകേണ്ടത് അതാണ്. ജനങ്ങളുടെ വിഷയങ്ങൾ ഒരു മന്ത്രിയാകോ, വടകരയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകും, അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കും കടക്കേണ്ടതില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ ജനപ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ടാകും എന്നതാണ് എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉറപ്പ്. അങ്ങനെ തന്നെ ആവട്ടെ. നല്ല തിരക്കുള്ള സമയമാണ്. കുറച്ച് സമയമെങ്കിലും ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന് സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാ ആശംസകളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.